കമ്മീഷണറിന് ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നില്ലേ, ഇത് പുതിയ വിജയമന്ത്രം. ഒരു പുതിയ കാലഘട്ട വിജയമന്ത്രത്തിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷൻ, നിങ്ങളുടെ അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ, ആ കൂട്ടുകെട്ടിലെ അടുത്ത ജനറേഷനിലുള്ള ആള്, ചേട്ടന്റെ ഒരു ഹയാത്തസ്, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹയാത്തസ് വരും. അതിപ്പം ഇത്തവണ ഉള്ളത് രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ഹയാത്തസ് ആണ്. അത് കഴിഞ്ഞുള്ള തിരിച്ചുവരവും ചിത്രം വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ല, ആ കുടുംബത്തിൽ തന്നെയുള്ള ആളായിരുന്നു അതിന്റെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ. നമസ്തേ. നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരെ ഭരത്ചന്ദ്രൻ IPS ആയിരുന്നു. അന്ന് അതിന്റെ സംവിധായകൻ രഞ്ജി പണിക്കരായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വരവില് മകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. രണ്ടും മക്കളാണ്. ഒന്ന് സത്യേട്ടന്റെ മകൻ അനൂപ്, അത് കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ് കാവൽ. കാവലില് രഞ്ജിയുടെ മകന് ആണ്. എന്തായിരുന്നു കാവലുമായിട്ട് ചെന്ന, എങ്ങനെയായിരുന്നു സമീപിച്ചത്? അല്ല, ഇതിന്റെ ഒരു കോയിൻസിഡൻസ് ഞാൻ പറയാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഭരത്ചന്ദ്രൻ IPS. അപ്പൊ എന്റെ അങ്ങനത്തെ തുടക്കവും സത്യം പറഞ്ഞ സുരേഷങ്ങളുടെ സിനിമയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവൻ വർക്ക് ചെയ്യുന്നത് കിങ് ആൻഡ് കമ്മീഷണറിനാണ്. ഷാജി മാമനും ഉണ്ട് ഇവിടെ, സുരേഷ് സാറും സുരേഷങ്ങളും. ആലോചിച്ചോക്കെ, ഷാജി മാമൻ, സുരേഷ് അതങ്ങനെ എന്നെ നമ്മുടെ ചാലു ദുൽഖർ മമ്മൂക്കെ വാപ്ചിന്ന് വിളിക്കും, എന്നാ ചേട്ടൻ എന്നും വിളിക്കും. ഞാൻ ആ മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വിരോധാഭാസങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതെ, നിതിന്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ നിങ്ങൾ കണ്ടു വളർന്നതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എവരുടെ ഒരു ബ്രദർഹുഡ് എന്താണെന്നുള്ളത് കണ്ടു വളർന്നതാണല്ലോ. എന്താണ് നിതിന്റെ അതിൽ നിന്ന് പഠിച്ചത്? എന്താണ്? അല്ല, പഠിച്ചതിന്റെ അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഇച്ചിരി പകരം അല്ലെങ്കിൽ ഒരു ഓർമ്മ വെക്കുന്ന ഒരു 5 years ഒക്കെ തൊട്ട് എന്റെ മുന്നിലുള്ള ഒരു 3 ഐക്കൺസ് എന്ന് പറയുന്ന, ഒന്ന് അച്ഛനും, ഒന്ന് സുരേഷങ്ങളും, ഒന്ന് ഷാജിമാനും. അപ്പൊ നമ്മൾ ആ കാലത്ത് പഠിച്ചത് എല്ലാം നല്ലതും എല്ലാം ഇവരെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉള്ള ആൾക്കാരെ പോലെ എനിക്ക് എന്റെ അച്ഛന്റെ ബ്രദേഴ്സിനേക്കാൾ ഒരുപക്ഷെ അടുപ്പ് ഇവർ രണ്ടുപേരും അടുത്തായിരിക്കും പേഴ്സണലി. അപ്പൊ അങ്ങനെ എല്ലാവരും രണ്ടുപേരും എന്റെ പ്രതിസ്ഥാനത്തുള്ള ഗുരുതുല്യരായിട്ടുള്ള 2 ആൾക്കാരല്ല. അതിൽ കൂടുതൽ എന്താണ് പറയുക? തീർച്ചയായും നിതിന്റെ അച്ഛന്റെ കുറെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഞാൻ കടമെടുത്തിട്ട് സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചു. ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛന്റെ ഡയലോഗ് ഏത്? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട്. എന്നാലും സുരേഷ് ഏട്ടൻ പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. എനിക്ക് കമ്മീഷന്റെ ഇന്റർവെൽ സീക്വൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലേലത്തിന്റെ ഇന്റർവെൽ സീക്വൻസ് എനിക്ക് ഇഷ്ടമാണ്. ലേലത്തിലെ ഇന്റർവെൽ സീക്വൻസ് വേറെ ലൈനാണല്ലോ. പിന്നെ പത്രത്തിനകത്ത് ഈ പറയുന്ന എന്താവണം വാർത്ത എന്ന് പറയുന്ന ഒരു വലിയൊരു മോണലോഗ് ഉണ്ട് സുരേഷ്. എനിക്ക് സുരേഷങ്ങളുടെ എല്ലാ ഡയലോഗ്സും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സമരൻ ബദലേമിലെ ഡെന്നിസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രഞ്ജിയേട്ടൻ എഴുതിയ സുരേഷ് ഏട്ടന് ഇഷ്ടമുള്ള ലേലവും പത്രവും പറഞ്ഞു പുള്ളി. പത്രം എടുത്താലോ അതോ ലേലം വേണോ? പത്രം തന്നെ ഞാൻ നോക്കാം. ഞാനത് ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിചയത്തിലുള്ള ഡയലോഗല്ല, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. കർത്താവീശോ മിശിഹ തമ്പുരാന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം സ്ഥാനാരോഹണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പത്രസംസ്കാരം. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറപുരണ്ടോ എന്ന് ലെവൻസ്കിയുടെ അടിവസ്ത്രം പരിശോധിക്കുന്ന പാപ്പരാസി സംസ്കാരം ആവരുത്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ഇൻ ടു യുവർ ബ്രെയിൻസ്. ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് ഡിസീവ് യുവർ ഡിസ്ക്രീഷൻസ്. ഇവിടെ തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അകലെ ഒരു ദ്വീപുണ്ട്, വൈപ്പിൻ. കഴുകാൻ പോയിട്ട് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ജനതയുടെ ദ്വീപ്. ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളെയും തോളിലേന്തി മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും കളക്ടർ ഏമാൻ എന്ന തുക്കിടി സാഹിബിന്റെ ബംഗ്ലാവ് പടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി യാചിക്കുന്ന കുഞ്ഞ് പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത. അവരെ ഏന്തി ചുമന്നു നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുനീരാവണം വാർത്ത. ഇതാണോ കുറച്ചറിയാന്ന് പറഞ്ഞത്? ചേട്ടാ ചേട്ടാ വേറെ കാര്യമുണ്ട്.
ഡയലോഗൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ സൗണ്ട് ടിനി ചെയ്യണ അത്ര ഒത്തില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ആദർശ പാടുന്ന പാട്ടാണ് ശങ്കരാഭരൻ, ഇപ്പോഴും കാണാതെ പറയുന്നത്. ഡയലോഗ് അല്ലേ കാണാതെ എത്ര നേരമായിട്ടത് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 13 ടേക്കാണ്. അപ്പോൾ ഈ ഷോട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വിൽ ക്രോസ് ഡെഫിനറ്റ്ലി 300 ഫീറ്റ്. ജോഷിയേട്ടനെ പോലൊരു സംവിധായകൻ ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇത് ഒറ്റ ഷോട്ടെന്ന് തീരുമാനിച്ചാൽ അത് ഒറ്റ ഷോട്ടാണ്. അതിലേക്ക് നമ്മൾ ആ ഡയറക്ടറുടെ ഒരു അഭിവാഞ്ചയെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. അത് ജോഷിയേട്ടൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ടെക്നിക്കിൽ അല്ലെങ്കിൽ ആ ടെക്നോളജിയെ പുള്ളി ഒന്നിനും അടിയറവ് വയ്ക്കത്തില്ല. പക്ഷേ ഒറ്റ ടേക്കിൽ ചെയ്ത ഒരു ഷോട്ടുണ്ട് പത്രത്തിൽ തന്നെ. ഇല്ലാത്ത ചാരക്കഥയിലെ ഹോട്ടൽ മുറിയിലെ സുന്ദരിയുടെ കിടക്കവിരിയിൽ എത്ര തുള്ളി രേതസിറ്റു, എത്ര തുള്ളി വിയർപ്പിറ്റു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ്, സിക്കനിങ്, റിപ്പൾസീവ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൊണ്ട് പത്ര സർക്കുലേഷന് ബൂമുണ്ടാക്കുന്ന പടി ന്യായങ്ങൾ എനിക്ക് മനസ്സിലാവില്ല ഔതക്കുട്ടിച്ചായൻ. പ്രായം തികഞ്ഞ സ്വന്തം പെൺമക്കളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത ഗതികേടിൽ ഒരുപാട് പേരെ ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറക്കി പിണ്ണം വെച്ചിട്ടുണ്ട് അങ്ങയുടെ മഹാപാരമ്പര്യമുള്ള ഈ പത്രം. ഒന്നോർക്കുന്നത് നല്ലത്, റബ്ബർ മരം വെട്ടിമുറിച്ച് ഇറ്റ് കിട്ടുന്ന കറ കൊണ്ട് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താം. പക്ഷെ മഴു ചെന്ന് വീഴുന്നത് ഹൃദയത്തിലാവുമ്പോൾ ഇറ്റ് വീഴുന്നത് കറയല്ല, ചോരയാണ്. ആ ചോരയിൽ നിന്ന് പടുത്തുയർത്തുന്നത് ഒന്നും ശാശ്വതമാവില്ല ഔതക്കുട്ടിച്ചായൻ. Please keep that printed in your mind. അല്ല ശരിക്കേ സുരേഷേട്ടന് സ്പോട്ട് ഡബ് ചെയ്യായിരുന്നല്ലേ? അതെ, അഭിനയിക്കുന്ന ഓരോ സീനും എനിക്കൊന്ന് സുരേഷൻ അത്ര ഇഷ്ടപ്പെട്ട് ആ ഡയലോഗ് അതിലങ്ങ് ജീവിച്ച് ചെയ്യുന്ന ഒരാളായോണ്ട് ഇത്ര ഓർത്തിരിക്കാൻ പറ്റുന്നത്. നമ്പിനാരായണൻ സാറിനുള്ള ഒരു ക്ഷമാപണം, പ്രായശ്ചിത്തം എന്നൊക്കെ പറയേണ്ടി വരും. ഹൈവേ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തെയും ഈ ഒരില്ലാത്ത സ്പൈ റാക്കറ്റിൽ കുറേ സയൻറ്റിസ്റ്റിനെ ദ്രോഹിച്ചു. അപ്പോൾ ആ ഒരു ദ്രോഹത്തിൽ പങ്കാളിയായി. സത്യം പറഞ്ഞാൽ പത്രങ്ങളിൽ വന്ന് എഡിറ്റോറിയൽ പേജിൽ നിന്ന്, വാർത്തകളിൽ നിന്ന് അതിനകത്ത് കുറച്ച് ലെവിൻസ്കി സ്വഭാവമുള്ള, മൊണിക്ക ലെവിൻസ്കി സ്വഭാവമുള്ള ചില മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്കും ഭയങ്കര കോരിത്തെരിപ്പാണ് അത് കേൾക്കുമ്പോൾ. അതെല്ലാം സിനിമയുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചൂഷണം ചെയ്തിട്ടുണ്ട് ഹൈവേയിൽ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് ദാമോദരൻ മാഷാണ് ഇദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വിസമ്മതിച്ചു. ഇദ്ദേഹം ഞാൻ മദ്രാസിലേക്ക് പോയ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എൻ്റെ കൂടെ ബിസിനസ് ക്ലാസ്സിൽ വന്നിരിക്കാൻ നോക്കി. ആദ്യം അവർ തടഞ്ഞു. പക്ഷേ ഇതൊരു സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതം വാങ്ങി എൻ്റെ അടുത്തിരുത്തി. അവിടെ ഇരുന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഒരില്ലാ കഥയാണിത് എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാവുന്നത്. അതിന് പിന്നെ സുപ്രീം കോടതി അത് എൻഡോസ് ചെയ്യുന്ന തരത്തിലാണ് വിധി വന്നത്. പിൻതലമുറക്കാരായ ശാസ്ത്രജ്ഞരെ മുഴുവൻ ഉത്തേജകമാണ്. അദ്ദേഹത്തെ ശിക്ഷിച്ചവരെ ശിക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ ശിക്ഷാവിധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുന്നതുമെല്ലാം ഇനിയൊരു നിര ശാസ്ത്രജ്ഞർ വരാനുണ്ട്. അവരുടെ ഒരു കുതിപ്പിന് കെടുത്തിക്കളയുന്ന ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കരുതെന്ന് പറയുന്ന സന്ദേശം അതിലുണ്ട്. അതാണ്. അതെ. അപ്പൊ അച്ഛന്റെ എന്തായാലും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അതുപോലെ അതുപോലെ എടുക്കാൻ എന്നെ കൊണ്ട് താങ്ങില്ല. ഈ ദാസേട്ടന്റെ ഒക്കെ ഗണത്തിൽപ്പെടുത്താം. എഴുത്തിന്റെ കാര്യത്തിൽ ദാമോദരൻ മാഷായാലും MT വാസുദേവൻ നായരായാലും റഞ്ജി പണിക്കരായാലും എല്ലാം ഓരോ ഗ്രേഡാണ് അല്ലേ? പക്ഷേ അവര് ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ മക്കൾക്കെല്ലാം വലിയ ഭാരം തന്നെയാണ്. പറയാതെ വയ്യ. പക്ഷെ ആ ഭാരം പക്ഷെ എനിക്കോ ഷാജിക്കോ ഇല്ല. ആ ഭാരത്തിന്റെ ഒരു പ്രശ്നമില്ല, ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അവരോടൊപ്പം പോയി ജോയിൻ ചെയ്തോളൂ.